ഹായ്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന കണ്ണൂർ കൊല്ലം LDCയുടെ ഹോൾ ടിക്കറ്റ് പ്രൊഫൈൽ ലഭ്യമായിട്ടുണ്ട്. എല്ലാവരും നോക്കിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അറിഞ്ഞു കാണുമായിരിക്കും എല്ലാവരും. പിന്നെ ഇനിയിപ്പം നമുക്ക് 2 ആഴ്ച മുന്നിലുള്ളൂ അല്ലേ. കഴിഞ്ഞ LDC ഇതുപോലെ കണ്ണൂർ LDC എക്സാം എഴുതിയൊരു ഉദ്യോഗാർത്ഥിയായിരുന്നു ഞാനും. ഇന്ന് ഞാൻ LDC ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇനിയിപ്പോൾ നമുക്ക് 2 ആഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. പുതിയതായിട്ട് കാര്യങ്ങൾ പഠിക്കാതെ റിവൈസ് ചെയ്യാൻ വേണ്ടി പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാനുള്ള സമയമാണ്. അപ്പോൾ കറണ്ട് അഫെയർസൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട്, കാരണം നമുക്കറിയാം പ്രസ്താവന ടൈപ്പൊക്കെ വരുന്നതാണ്. അപ്പോൾ കുറച്ച് നന്നായിട്ട് നോക്കുക കറണ്ട് അഫെയർ. പിന്നെ സയൻസ് SCRT നന്നായിട്ട് നോക്കുക. പിന്നെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് വലിയ പ്രോബ്ലം ഇല്ലാന്ന് തോന്നുന്നു. കാരണം ട്രിവാൻഡ്രത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ആണ് ഏകദേശം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷും മലയാളം അതുപോലെ തന്നെ മാത്സ്. കാരണം 30 മാർക്ക് നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ ആണത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കുക. വേറെ കാര്യമായിട്ട് എന്താ, സുപ്രധാന നിയമങ്ങൾ അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്സൊക്കെ ഒന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കുക. ഇനിയിപ്പോൾ അതിനുള്ള ടൈമേ നമുക്കുള്ളൂ. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും ഏതൊക്കെ ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല. കാരണം ട്രിവാൻഡ്രത്തിൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊക്കെ കണക്റ്റഡ് ഫാക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടാവും. കാരണം കുറേ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിരുന്നു കണക്റ്റഡ് ഫാക്ട്സൊക്കെ വെച്ചിട്ടുള്ള വീഡിയോസ്. അപ്പോൾ എന്ത് ചെയ്യാം, അതിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അത്രമാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും നല്ല എക്സാം ആയിരിക്കട്ടെ. All the best.